ഡെയിലി റൊട്ടീൻ വന്നു ഡെയിലി 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 നമ്മുടെ ഡെയിലി സബ്സ്ക്രിപ്ഷൻ ആണ് എന്റെ ഒക്കെ. എടാ കുറച്ചധികം ഒന്നുമില്ല. 5 10 10 100 1000 10,000 ലക്ഷം 10,000 കോടി 10 കോടി 27 കോടി ഉള്ളു. നീ ഇരിക്കുന്നതിനാ? നീ നമ്മടെ പമ്പി വന്നിട്ടേ നീ ആര്? നീ കണ്ണെടുക്കാ? നീ കണ്ണെടുക്കാൻ വന്നല്ലടാ? നീ എന്താ ഓടിയാ പൊന്നു പോലെ ഫയർ രാത്രി കിടന്ന് വീട് പൊളിക്കണത്. ഹലോ, പേര് പറടാ, പട്ടപ്പേര് പറയടാ. ഹലോ, ചാവ റെഡിയാണോ നീ? നിനക്കൊരു 5 മിനിറ്റ് സമയം തരാം. ഒരു 5 സെക്കൻഡ് സമയം തരാം. 5 രണ്ടിടയ്ക്ക് സംസാരത്തിലേക്ക് കൊന്നാണ്. സ്പോട്ട് ഡെഡ് ആണ് നീ. 5 4 3 2. ഹലോ, എന്റെ പേരെന്താ? പേര് പറ. പേര് പറയടാ. ചാവണോ? അലീനയുടെ സ്വന്തം അല്ലടാ തോന്നിയേ. ഹലോ ഹലോ ഹലോ, സംസാരിക്കണം. എന്റെ ജീവന് കൊതിയുണ്ടെങ്കിൽ സംസാരിക്കും. നീ കളിക്കുന്ന നീ 5 പേരുണ്ട്. അതിനുള്ളിൽ സംസാരത്തിലേക്ക് 10 പേരുണ്ട്. ഞാൻ 1 2 3 4 അടുത്ത നിന്റെ ഓരോ അടിയും 1 2. ഹലോ ഹലോ ഹലോ, ചന്ദ്രനെ അറിയാവുന്ന ആളാണല്ലേ? അലീനൊരു ആണായിരുന്നടാ. ഇത് ഞാൻ അന്നേ ചന്ദ്രനോട് പറയണമെന്ന് വിചാരിച്ചേ. അയ്യോ, വെടികാലിനെ കൊണ്ട്. നീ ഒരു ആണായിരുന്നാടി. വേറെ ആളമൊക്കെ വേറെ ലേഡി ബോയ് പോടി പോടാ. എടാ വരാനി. പോയി പെമ്പിള ഡ്രസ് ഇട്ടിട്ടോ. എനിക്ക് നിന്നെ ഇങ്ങനെ കാണാൻ വയ്യ. എനിക്ക് ഞാൻ പെൺപിള്ളേരെ വളക്കി ഇറങ്ങിയതാ. നാണം ഇല്ലേടി നിനക്ക്? നാണം ഉളുപ്പുണ്ടാ? ഉളുപ്പ് പെമ്പിള്ളരോ സ്റ്റൈൽ ഇങ്ങനെ നടക്കട്ടെ. സ്റ്റൈൽ മന്നനല്ലേ? ഹലോ ഹലോ ഹലോ, കണ്ടി ഏതമ്മ? സൂര്യ വിളിച്ചെടുക്കണ്ട കേട്ടോ. അമ്മ ടൂർ ചന്ദ്ര. സൂര്യൻ നമ്പരാ വിളിക്കട്ടാ. ഹലോ എടാ, അമ്മ ടൂർ പോയിക്കുക. ഇത് ഏതോ മാടന്റെ കയ്യില് അമ്മേടെ ഫോൺ ഇരിക്കുന്നെ. ഞാനാ? ഞാൻ ഇവിടെ മുതുക്കില്. ഞാൻ ഇപ്പൊ ആരടാ ഇത്? ആരാ ഇങ്ങോട്ട് ഇടുന്നേ? ഞാനല്ല. എന്തൊരു
എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. ഇത് എന്തിനാ accept ചെയ്യ്. എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചെയ്യ്. പറ്റുന്നില്ലെന്ന്. ഈ. അയ്യേ ദേവിക്കുട്ടി മൈ ലവ്. എന്താണ് ഇതൊക്കെ സാർക്ക്? ചന്ദ്ര ദേവിക്കുട്ടിയെ വളച്ചിട്ട് വരാം. ഓക്കെ ചന്ദ്രു ആള് വേറെ വേറെ പരിപാടി ഇതാര്? ഹലോ ഇതാരാ? ഹലോ 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 ഇതാരാ? ഹലോ മച്ചാനെ ഇതാരാ? എടാ മിണ്ടാതിരിക്കണ വന്നിട്ട് അടുത്ത് വന്നിട്ട് ആരാ നീ? കളിയാക്കണാടാ. പുറത്തിറങ്ങടാ. കൊന്നില്ല. തലയോടിച്ചില്ല. സേഫ് സോൺ കൊല്ലണ്ടായിരുന്നു. സേഫ് സോണാ. നീ കൊന്നിട്ട് ബാൻ വയ്ക്കല്ലേ? ഹലോ നിങ്ങൾ ഇന്ന് എന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ആണിനെ പോലെ ട്രീറ്റ് ചെയ്യോ? നിനക്ക് ആണുങ്ങളെ എന്തരടി നിനക്ക് മര്യാദക്കില്ലടി. എന്താ ഇതൊക്കെ? ഞാൻ പിന്നെ സ്വഭാവം മാറ്റിക്കല്ലേ എന്റെ കുറെ നേരം എന്ത് ഇത് കാണിക്കുന്നേ? ബ്രോയുടെ പേരെന്തായിരുന്നു? ഹലോ നിന്നോട് ഹലോ ദേവക്കുട്ടിയാണോ? അലീന എവിടെ പോയിക്കുക? ഒരു പയ്യൻ നിന്നെ കുറച്ച് നാളായിട്ട് നിന്നെ ഇങ്ങനെ നോക്കി അടപ്പുണ്ട് ദേവക്കുട്ടി. എന്റെ അടുത്ത് ഇങ്ങനെ പറയാറുണ്ട് നിന്നോടുള്ള ഒരു ഇഷ്ടത്തിനെ പറ്റി ഇങ്ങനെ കുറച്ച് നാളായിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ അതൊക്കെ സംസാരിക്കണ ആൾക്കാരെ കയറി പിടിക്കല്ലേ? അത് അങ്ങനാണ്, ബുദ്ധിമുട്ടാണേ. അതായത് പുള്ളിക്കാരന് കൊറേ നാളായിട്ട് ദേവക്കുട്ടിനെ ഇഷ്ടമാണ്. ഇങ്ങനെ സിറ്റിയിലൊക്കെ വെച്ച് ഇങ്ങനെ കാണാറുണ്ട് ഇങ്ങനെ. അപ്പൊ സാർക്ക് അങ്ങ് ഉണ്ടാക്കല്ലേ? ഞാനല്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ ഇതാണ് ആള്. റെഡിട്ട് ഇങ്ങനെയാണ് ആള്. ഒന്ന് സംസാരിക്കാവോ? പേര് അലൻ. ഹലോ അലൻ. അതെങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോഴേക്കും നമുക്ക് അങ്ങനെ ഇത് ഇന്ന് പ്രപ്പോസ് ഡേ ആണ്. അപ്പൊ അല്ലല്ല ഇന്ന് പ്രോമിസിംഗ് ഡേ. ഇന്ന് പ്രോമിസ് ആണ്. പറയല്ലേ അവനെന്ന് ഹഗ് ഡേ ആണ്. അവനെന്ന് ഹഗ് ഡേ ആണ്. അത് തല്ലുകൊള്ളു ചന്ദ്രു. ഇതാര് മേടിക്കാൻ വന്നതാണ്? ഇതൊക്കെ ഇല്ല, ഞാൻ സിംഗിളാണ്. ഞാൻ ഒറ്റയ്ക്കാ വന്നത്. ബ്രോ പേരെന്താ? അയ്യോ ഇതെന്ത് ഇത് മാറ്റിന്റെ സൂര്യ. ഈ ദേവക്കുട്ടി ബ്ലാക്ക് മാഫിയ തമ്മിൽ അടിയെന്ന് പറഞ്ഞിട്ട് ദേവക്കുട്ടി തന്നെയാണോ? പ്രിൻസിപ്പാളിന്റെ മകനുണ്ട്, ചന്ദ്രന്റെ ഒരു മകനുണ്ട്. എലി ഉണ്ട്. എലി വന്നു. നമ്മുടെ കൂട്ടത്തിൽ ഒരു ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക്
പുതിയ ആരെങ്കിലും പുതിയ ന്യൂ ആയിട്ടില്ല ആരെങ്കിലും എന്ന് വെച്ച് കഴിഞ്ഞാ SRK പുതിയ ആരാളെ നിനക്ക് പെണ്ണില്ലേ അളിയാ? ഇല്ലല്ലേ അല എനിക്കില്ല അല്ല എന്ത് അലൻ സിറ്റിയിൽ എന്ത് ചെയ്യുന്നു? സിറ്റിയിൽ ഇപ്പൊ ഇങ്ങനെയൊക്കെ തന്നെ പെമ്പിളരെ വളയ്ക്കുന്നു, പിന്നെ പെമ്പിള്ളേരെ വളയ്ക്കുന്നു, പ്രേമിക്കുന്നു, ഇങ്ങനെ ജീവിച്ചു പോണ്. കെട്ടിപ്പിടിക്കുന്നു അല്ലേ എല്ലാരും? എടാ എന്താടാ നിനക്ക് ഇത്ര കഴപ്പാടാ നിനക്ക് ഇങ്ങനെ പെമ്പിളരെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് സൂഹിക്കാനല്ല അങ്ങ് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ. തോന്നിയ കാണിച്ചല്ല അടിച്ച് പല്ലടക്കം കേട്ടല്ല ചോദിക്കാനും പറയാൻ ആൾക്കാരുള്ള ഇവിടെ. തുടക്കമില്ല അതിന്റെയാണ് മനസ്സിലായില്ല. ഒരു ഫോട്ടോ എടുക്കാൻ ചന്ദ്ര അത് അകത്ത് അങ്ങനെ ഇല്ല, പുറത്തേ ഉള്ളു, വെറുതെ അങ്ങനൊന്നും ഞങ്ങൾ കാണിക്കില്ല. അലീനെ കാണാനില്ല, അലീന മിസ്സിങ്ങാ. ഞങ്ങൾ എസ്പമ്പ് അപ്പ ഇരിക്കട്ടെ എങ്ക ആര് സൂര്യയാണാ? വിളിയവനെ അവരാതിയ. സൂര്യ അങ്ങോട്ട് വാ, എസ്പമ്പിലോട്ട് വാ. നിന്ന ഡാഡി ചോദിക്കുന്നു. ഞാനേ ഇപ്പൊ നിങ്ങളെ സംസാരിച്ചിരിക്കും, ഞാനേ SRK ആയിട്ട് സംസാരിച്ചിട്ട് പോരാ, ഒരു കാര്യം സംസാരിക്കണ്ട. SRK തന്നെ അലൻ എന്താണ് അലൻ? പറ നിനക്ക് പറയണ കാര്യങ്ങള പറ. ചന്ദ്രു ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ നിന്ന സമയത്ത് ചന്ദ്രു കേക്കതാ ചന്ദ്രു കഴിഞ്ഞ ദിവസം ഞാനും കണ്ണനോട് ഇവിടെ നിന്ന് ജെട്ടി ബിൽഡിംഗ് നിന്ന സമയത്ത് വാസവണ്ണം കാണാൻ വന്നു. വാസവണ്ണം കാണാൻ വന്ന സമയത്ത് അവിടെ നമ്മള് വാസവണ്ണം അവിടെ ജെട്ടി ബിൽഡിംഗ് നിൽക്കാന്ന് പറഞ്ഞു. നമ്മള് നേരെ വന്നപ്പോ വാസവണ്ണം ആരെയോ ഗണ്യം ചെയ്തിട്ട് ക്യാരി അടിച്ച് കൊണ്ടുപോകുന്നു. ക്യാരി അടിച്ച് കൊണ്ടുപോന്നിട്ട് നിങ്ങൾ പുറകെ വരാൻ പറഞ്ഞു. അപ്പം വാസുണ്ണും കണ്ണനോട് നേരെ വണ്ടി കയറി പോയി. ഇവനെ കിട്ടിയിട്ടുണ്ട്, ചന്ദ്രനെ അറിയിക്കല് അങ്ങനെ പറഞ്ഞിട്ടാ പോയത്. നിങ്ങൾ കൂടെ വരാൻ പറഞ്ഞു. സ്റ്റീവും വേറൊരു ബൈക്കിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മള് ബൈക്കിലായിരുന്നു. അങ്ങനെ പോവാൻ നേരത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോ സ്റ്റീവ് ആ നീല മുടിനോടൊന്ന് സംസാരിച്ചേ. സിറ്റിയിൽ എന്ത് ചെയ്യുന്നു? ഇതാരാ? ഏത് ഡോണ്? ഏത് ഡോണ്? നീ മാത്രം പറഞ്ഞ സിറ്റിയിലെ ഡോൺ അടിച്ച് പല്ലളക്കുന്നുണ്ട് കേട്ടാ. ഞാനാണ് സിറ്റിയിലെ ഡോണ്. ഡോൺ സെബാസ്റ്റ്യൻ ഞാനാടാ. ആ നീ ആര്? കൊച്ചു ചേർക്ക ഈ മൂട്ട സൗണ്ട് വെച്ചിട്ട് നീ സിറ്റിയിലെ ഡോൺ എന്നാ? എന്താ എന്താ ഞാൻ പിന്നെ ഇവിടെ മൂഞ്ചാനാണ് ഇവിടെ ഇങ്ങനെ ഡോൺ എന്ന് പറഞ്ഞ്. ആരോടാണ് നീ എങ്ങനെയാണ് സംസാരിക്കുന്നുള്ള ബോധം ഇല്ല സാറേ ഞാൻ കൈ വെക്കണ്ട ഇല്ലടാ ഡോണേ ഇടിച്ച് പല്ലടക്കോല നിന്റെ. ഞാനാടാ ഡോൺ ഡോൺ ഞാനാടാ 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 ഡോൺ സെബാസ്റ്റ്യൻ. നീ എന്നെ അടിക്കാറായടാ പട്ടി. ആടാ ആയടാ ആയടാ. മതിയാ കഴിഞ്ഞാ ഡോണേ കഴിഞ്ഞാ? ആ ഡോൺ ഇപ്പൊ അടിയോണ്ട് തെറിച്ച് പോയില്ലേ? കളിക്കല്ലേ ഡോണിനടുത്ത് കയറി കളിക്കല്ലേ അങ്ങ് കേട്ടാ. തരത്തിപ്പകളടാ കൊച്ചിറക്ക. നീ എവിടാ? നീ 10ാം ക്ലാസ്സിൽ ഡോണാ? 10ാം ക്ലാസ്സിൽ ഡോണാണോ? 10ാം ക്ലാസ്സിലെ കോളേജ് ഇതാണ് എന്റെ വലം കൈ. അലനെ അല ചന്ദ്രന്റെ മോനാന്ന് കളിക്കാൻ ചന്ദ്രന്റെ ഹെയർ നീലമുടി. പേരെന്താ? അല ഇവനൊക്കെ തീർത്തോളാം. അല ഞാൻ വേണ്ട. ഞാൻ മുടി മാറ്റണം, മുടി ഇപ്പൊ തന്നെ മാറ്റണം. ഞാൻ തെണ്ടിപ്പിള്ളേരെ കൈ വയ്ക്കാറില്ല ഞാൻ കേട്ടാ. നീ മുടി മാറ്റണം, നീ മൊട്ട അടിച്ച് നടന്നാ മതി സിറ്റിയില്. അല അത്രയുള്ള അല
അതാ അതാ അത്രേ ഉള്ളൂ. നമ്മളാ സിറ്റി ഭരിക്കണേ, മനസ്സിലായാലാ? അലന്റെ ഒക്കെ അലന്റെ എടാ കഴിവനെ മാറുന്നില്ലേ സത്തല്ലേ? എടാ നീ പോയി തരത്തിക്കളി പോട്ടെ. LKG-ലെ UKG-ലെ പിള്ളേരെ പോയി വെല്ലുവിളിച്ചത് മനസ്സിലായല്ലടാ? ചന്ദ്രബോസിനോട് നീ കളിക്കാറായിട്ടില്ല, മനസ്സിലായ? അപ്പൊ പറയാം. മാസമല്ല അല്ല, ആരടുത്ത പറഞ്ഞത്? അവന്റെ അടുത്തല്ലേ? ആ ആ ഇല്ല, ഫ്രണ്ട്സ് ആരും ഇല്ല. കുറച്ചു നേരത്തേക്ക് ഞാൻ ഉള്ളേ, അതാ ഇല്ലല്ലേ? കുറച്ചേരത്തേക്ക് വരുമെന്ന് എന്തോന്ന്? ഫ്രണ്ട്സ് ആരും ഇല്ല. ഇന്ന് കുറച്ചേരത്തേക്ക് വരുമെന്ന്. ഇവന്റെയൊക്കെ കഴപ്പണ്ടടാ. ഇവനൊക്കെയാണ് നമ്മുടെ കുറച്ചേരത്തേക്ക് വരുമെന്ന്. നമ്മുടെ സിറ്റിയിലെ ശാപം. ഏത് കാലത്താണ് നമ്മൾ എന്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കണേ സാർക്കെ? ഒരുത്തൻ വന്നിട്ട് പെൺകൊച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു. എടി അടിച്ചവന്റെ ഒക്കെ മോണ ഇളക്ക്. ബാക്കി രണ്ടാമത്തെ കാര്യം, ബാക്കി ഞാൻ അടിച്ച് തിരിക്കവനെയൊക്കെ. ഞാൻ ഒന്നും ചെയ്യൂല. അടിക്ക് മോന്ത പിടിച്ച് ഉരക്കി. പുതിയെന്ന് പറഞ്ഞിട്ട് കണ്ടാ ഇതൊക്കെ സഹിക്കണം. പുതിയ ആളെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ കൊണ്ടുപോകും അലനെ. 25. അതെ, ഒരു സെക്കൻഡ് ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. SRK വന്നേ, നമ്മള് മുഴിപ്പിച്ചില്ല സംസാരിച്ച്. SRK ഇങ്ങോട്ട് വാടാ. SRK നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മൾ തമ്മിൽ ഒരു ചെറിയൊരു ബന്ധമുണ്ടോ? പറഞ്ഞുതരാം. അവന്റെ അനിയനാണ്, മനസ്സിലായ? സംസാരിച്ചോണ്ടിരിക്കുകയാണ് നമ്മള് കാര്യമായിട്ട്. കുറച്ച് കാര്യങ്ങളുണ്ട്. എടാ SRK, എടാ വാണേശേ, SRK പോയേട്ടാ. ഞാൻ ഉണർത്താം. അത് വിട്. ഇങ്ങ് വന്നേ SRK. ചന്ദ്രു എന്നിട്ട് ഇത് ഞാനും അത് തൂക്കിക്കൊണ്ട് പോയത് ഒസാമ എന്നെ വിളിച്ച്. ആ ദിവസം തന്നെ ഞാൻ സിറ്റി വന്നപ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് വാസുണ്ണ ഇതുപോലെ പിടിച്ചോണ്ട്, പക്ഷെ റോങ്ങായിട്ടൊന്നും പെരുമാറിയില്ല. കാര്യം ചോദിച്ചു, ഞാൻ എനിക്കറിയാന്നുള്ള കാര്യം പറഞ്ഞു. കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അവര് ഓക്കെ ശരി എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ഡീൽ ചെയ്ത് വിട്ടെന്നുള്ള രീതിയിൽ പറഞ്ഞു. മനസ്സിലായോ? അത് കഴിഞ്ഞ് കോച്ച് എന്റെ അടുത്ത് വന്ന് എന്താ പറയാ സംശയത്തോടുകൂടി ചന്ദ്രന്റെ കൂടെ തന്നെ നടക്കുന്നുണ്ടല്ലോ, എന്താണ് ഇങ്ങനത്തെ രീതിയിലൊക്കെ സംസാരമൊക്കെ നടന്നു. പക്ഷെ ഞാനത് പണ്ടോട്ടെ ചന്ദ്രന്റെ കൂടെ അല്ലേ, അപ്പൊ ഞാൻ അങ്ങനെ ഇഗ്നോർ ചെയ്ത് വേറൊരു രീതിയിലോട്ട് ഇതാക്കി വിട്ടു. മനസ്സിലായില്ലേ? പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് കുറച്ച് അവന്മാര് ഉച്ചക്ക് നമ്മുടെ യാച്ചിന്റെ അടുത്ത് വന്ന് കുറച്ച് പരിപാടി. അവന്മാരെ എന്റെ കിട്ടിയത് കാര്യമായി. അവന്മാരെ പിടിച്ചിട്ട് അവന്മാരടുത്ത് കാര്യം ചോദിച്ചപ്പോ ഇതിന്റെ നമ്മുടെ അവിടെ ആയിട്ട് എന്തോ ഖനനം എന്തോ അടിയിൽ എന്തോ സാധനങ്ങളൊക്കെ എടുക്കുന്നു എന്നുള്ള രീതിയിൽ. പക്ഷെ ഏബലിന് ഇതിനകത്ത് എന്തോ ഒരു ഇതുണ്ട്. ഏബൽ പക്ഷെ നമ്മുടെ കൂടെ നിൽക്കുക എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. എന്നിട്ട് ആ പയ്യനെ പിടിച്ചിതാക്കി അവന്റെ പുറകിൽ ആരൊക്കെയാന്ന് ചോദിച്ചപ്പോ അപ്പൊ ഒസാമയുടെ പേര് പറഞ്ഞു. അത് കഴിഞ്ഞ് ചന്ദ്രന്റെ പേര് വരണം എന്ന് ആലോചിച്ച് ചെയ്യണ കുറെ പേരുണ്ട് ചന്ദ്രു ഇവിടെ. നമ്മുടെ കൂട്ടത്തിൽ തന്നെ. മനസ്സിലായി? പുറത്തുണ്ട് അല്ലെങ്കിൽ അപ്പ പിടിച്ചവന് ഇവന് ഒസാമയായിട്ട് ലിങ്ക് ഉണ്ടെന്ന് പറയേണ്ട ആവശ്യം എന്തായിരുന്നു? അപ്പം ചന്ദ്രു പറഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇത് ചെയ്യുന്നത് എന്നൊരു രീതിയിലോട്ട് കൊണ്ടുവരുത്താനും വേണ്ടിയിട്ട് കുറെ പേര് നടക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ചന്ദ്രു. മനസ്സിലായില്ലേ? അങ്ങനെ അറിയാത്ത കുറെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ചന്ദ്രു. നമുക്ക് ഈ സ്റ്റീവിന്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചാലാ? വിളിച്ചിട്ട് നൈസായിട്ട് പൈസ ചോദിക്കാം. പക്ഷെ എത്ര അല്ല അവൻ വിശ്വസിക്കാൻ പറ്റും? എനിക്ക് അറിഞ്ഞുകൂടാ സ്റ്റീവിന്റെ ക്യാരക്ടർ വെച്ചിട്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് സംസാരിച്ചു കഴിഞ്ഞ് ഞാൻ പറഞ്ഞേ ചന്ദ്രു, അന്ന് സംസാരിച്ചു കഴിഞ്ഞ് സ്റ്റീവിനെ മാത്രമായിട്ട് വാസുണ്ണൻ വിളിച്ച്. ഞങ്ങള് രണ്ടുപേരും പുറകെ ബൈക്കിൽ വന്നേ. അപ്പൊ സ്റ്റീവിനെ മാത്രമായിട്ട് വിളിച്ച് നമ്മള് വണ്ടി കണ്ട്, വാസുണ്ണന്റെ വണ്ടി മണി ട്രഫിലോട്ട് കയറി പോകുന്ന കണ്ട്. അപ്പൊ ഞാൻ എടുത്ത് പറയണ്ട വണ്ടി ഇത് ഇന്ന പോലെ പോകുന്ന കണ്ട്. അപ്പൊ അവൻ പറഞ്ഞ് ഇല്ലടാ വണ്ടി അതല്ല, നീ നേരെ താഴോട്ട്. നമ്മള് അന്വേഷിച്ച് കിടക്കുമായിരുന്നു വാസുണ്ണൻ ലൊക്കേഷൻ പറയുന്നില്ലായിരുന്നു. സ്റ്റീവ് ഞാനും രണ്ട് ബൈക്കിലായിട്ട് അന്വേഷിച്ച് കിടക്കുമായിരുന്നു. അപ്പൊ സ്റ്റീവ് കറക്റ്റ് എന്നെ ഡൈവേർട്ട് ചെയ്ത് വിട്ട്. എന്നുവെച്ചാ നീ ഇവിടെ ട്രക്ക് ജോബിന്റെ അടുത്തോട്ട് പോ, അവിടെ പോയി നോക്ക്,
ഞാൻ ഇവിടെ നോക്കാന്ന് പറഞ്ഞിട്ട് സ്റ്റീവ് നേരെ അങ്ങോട്ട് പോയി. പക്ഷെ എനിക്കൊരു സംശയം കൊണ്ട് ഞാൻ നേരെ കറങ്ങി മണി ടർഫിലോട്ട് വരാൻ നേരത്ത് വാസോന്റെ വണ്ടി എവിടെ നിന്ന് പോകുന്നതും കണ്ട് സ്റ്റീവിന്റെ വണ്ടി അതുവഴി പോകുന്നതും കണ്ട്. മനസ്സിലായി? സ്റ്റീവ് കൂടെ നിൽക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു വിശ്വാസമില്ല. റീസണബിൾ അപ്ഡേറ്റ്സ് ഇത്രയാണ് അപ്പൊ. അതെ 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 അതെ. പിന്നെ കോച്ച് സിറ്റിയിൽ എല്ലാം വന്നായിരുന്നു ശേഷം കോച്ച് അതിനുശേഷം കഴിഞ്ഞ ദിവസം വന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചതേ ഉള്ളൂ ഇങ്ങനെ. പിന്നെ വേറൊന്നും ഇതായിട്ട് ചോദിച്ചില്ല എന്നോട്. മനസ്സിലായില്ലേ? പക്ഷെ കുറച്ച് പേർ കൂടെ നമ്മുടെ ഗ്യാങ്ങിലുള്ള നമുക്കറിയാത്ത കുറച്ച് പേർ കൂടി ഈ കാര്യം അറിയാമെന്ന് തോന്നി എന്തിനും എനിക്ക്. അല്ല ഞാൻ കണക്കൂട്ടി വെച്ച് ഇപ്പൊ തന്നെ ഒരു 6 പേരോളം അതിൽ കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്തിനും. 6 കൂടുതലാ? ആ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അല്ല ഇതിപ്പോ ഞാൻ കാര്യം പറയട്ടെ, ഇവരെങ്ങനെയൊക്കെ നോക്കിയാലും ഇപ്പം കണ്ണവർക്ക് ഇതാക്കാനൊന്നും പറ്റത്തില്ല. ഇനി വേറെ എന്തേലും ഇതുണ്ടെങ്കിലേ ഉള്ളു. മനസ്സിലായ? മനസ്സിലായി മനസ്സിലായി. ബാക്കി നോക്കാം, നമുക്ക് സിറ്റിയിൽ വരുന്നാലോ നോക്കാം. ബാക്കി നോക്കാം എന്തിനും, ബാക്കി എന്തായാലും വരുന്നല്ലോ നോക്കാം. മറ്റേ നാരദന്റെ കേസ് എന്തായി? നാരദന്റെ കേസ് അവനെ തൂക്കണം. അപ്പൊ ഒന്നും രണ്ടില്ല. എത്ര വട്ടം ഞാൻ ഇതേപോലെ ചോദിച്ചു, പൈസ ഇല്ല. ഞാൻ ചുമ്മാ പൈസ ഇല്ല ഇതൊക്കെയാണ്. പക്ഷെ അവനെ ഒന്ന് കിട്ടിയായിരുന്നെങ്കിൽ ഡെലിവറി. അപ്പൊ അവൻ പറയുന്നത് വാ നമുക്ക് ഡെലിവറിനെ തപ്പ, അവനെ പിടിക്കാം, അവന്റെ കയ്യിലെ പൈസ ഇരിക്കുന്നത് അവൻ അവന്റെ കയ്യിൽ നിന്ന് മേടിക്കാന്നാ പറയണത്. നാരദൻ കള്ളനവൻ, കള്ളൻ. പച്ച വെള്ളത്തിൽ വിളിച്ച് വിശ്വസിക്കാൻ പറ്റത്തില്ല. അവിടെ അലമള്ളി എടുത്തോട്ടാ സിറ്റി മൊത്തം ആൾക്കാർ അലമള്ളി എടുത്തോട്ടാ.